നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി പക്ഷികളെ കടത്താനുള്ള ശ്രമം കസ്റ്റംസ് തടഞ്ഞു. തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന 11 പക്ഷികളെ അധികൃതർ പിടികൂടി. പക്ഷിയുമായി വന്ന 3 അംഗ കുടുംബത്തെ കസ്റ്റഡിയിലെടുത്തു. പക്ഷികളെ തായ്ലൻഡിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യും. നടത്താൻ കൊണ്ടുവന്നാണെങ്കിലും അല്ലെങ്കിലും ഈ പക്ഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രേഖകളോ മറ്റു കാര്യങ്ങളോ ഹാജരാക്കാൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു കുട്ടി, ഇവർ ഇങ്ങനെ 3 പേരടങ്ങുന്ന കുടുംബമാണ് നെടുമ്പാശ്ശേരിയിൽ പിടിയിലായിരിക്കുന്നത്. ഇവർ എക്സിറ്റ് വഴി പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കസ്റ്റംസിൻ്റെ പിടിയിലായിരിക്കുന്നത്. പക്ഷികളെ നിലവിൽ കസ്റ്റംസ് സീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും പ്രത്യേകിച്ച് ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം വേണ്ടതുണ്ട്. വിദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടെ നിർദ്ദേശങ്ങൾ കൂടുതലാണ്. മാത്രമല്ല മാർഗ്ഗനിർദ്ദേശങ്ങൾ മാത്രമല്ല, അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും കൂടുതലാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഉദാഹരണത്തിന് ഈ യുക്രൈനിൽ നിന്ന് ഒരു സൈബീരിയൻ ഹസ്കി കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ അറിയാം. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം എത്രത്തോളം ദുഷ്കരമായിരുന്നു എന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ആ കാലത്ത് മനസ്സിലാക്കിയതാണ്. അത്തരത്തിൽ വളരെ ദുഷ്കരമായ പ്രൊസീജിയേഴ്സ് കടന്നതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ പെറ്റ് ആയിട്ടുള്ള ജീവികളെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അത് വിൽപ്പനയ്ക്കാണെങ്കിലും വളർത്താനാണെങ്കിലും മാർഗ്ഗനിർദ്ദേശങ്ങൾ കൂടുതലാണ്. അത്തരം കാര്യങ്ങളൊന്നും പാലിക്കാതെ പക്ഷികളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. 14ഓളം പക്ഷികൾ ഇതിൻ്റെ അകത്തുണ്ട് എന്ന കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ പക്ഷികളുടെ എല്ലാം വില ലക്ഷങ്ങൾ ആണ് എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. സംഭവത്തിൽ കൃത്യമായ രേഖകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തായ്ലൻഡിൽ വന്ന ഈ കുടുംബത്തെ നിലവിൽ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വിശദമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. കൃത്യമായ രേഖകളും മറ്റു കാര്യങ്ങളും ഇല്ലാത്തതിനാൽ ഈ പക്ഷികളെ തിരിച്ചയക്കും എന്ന കാര്യമാണ് നിലവിൽ അറിഞ്ഞത്. എന്തായാലും തുടർ ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങൾക്കും ശേഷമായിരിക്കും കസ്റ്റംസ് ഏത് തരത്തിലുള്ള നടപടികൾ, നിയമ നടപടികൾ ഇവർക്ക് മേലിൽ ചുമത്തണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഹാഷ്മി.